നമ്മളെ യൂണിറ്റ് 1 ഓൾജിബ്ര എന്ന് പറഞ്ഞ യൂണിറ്റിലെ മെട്രിസസിൻ്റെയും ഡിറ്റർമിനൻസിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ആൻഡ് ബി ബി ടു നോൺ സീറോ സ്ക്വയർ മെട്രിക്സസ് ആൻഡ് എ ബി ആൻഡ് ബി എ ബോത്ത് ആർ ഡിഫൈൻഡ്. ഇറ്റ് മീൻസ്, അതായത് രണ്ട് സ്ക്വയർ മെട്രിക്സ് ആണ്, എ ബിയും ചെയ്യാൻ കഴിയും ബിയും ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ബി. അത് ആവില്ല നമ്മുടെ ഓപ്ഷൻ, കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ കോളോ റോയോ എന്ത് തന്നെയാണ്, ഈക്വൽ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ബിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് റോ ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഓഫ് ബിനോട് ഈക്വൽ അല്ല. ഇത് രണ്ടും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ അത് രണ്ടും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് ഫസ്റ്റത്തെ സെക്കൻഡത്തെ ഓപ്ഷൻ അല്ല. തേർഡ് വന്ന് നോക്കാം. ബോത്ത് മെട്രിസസ് എ ആൻഡ് ബി ഹാവ് ദ സെയിം ഓർഡർ. അതായത് എയും ബിയും സെയിം ഓർഡർ ആയിരിക്കും. അതായിരിക്കും കാരണം എന്താ, എ ബിയും ബി എയും ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ രണ്ടും ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. പിന്നെ രണ്ടും സ്ക്വയർ മെട്രിസസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സി ആണ് നമ്മുടെ ആൻസർ വരിക. സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പിന്നെ ഇനി ഡിയിലോട്ട് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചുള്ളത്. അപ്പോൾ ഇതിന്റെ ഓർഡർ നോക്കുമ്പോൾ ഇതൊരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ശരിയാണ്. ഏതൊക്കെ ഓപ്ഷൻസ് ശരിയാണെന്നാണ് ചോദിച്ചുള്ളത്. എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്. ഇതൊരു 2x2 ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിരിക്കണം, ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ എങ്ങനെയാ, 2x2 ആയതുകൊണ്ട് എളുപ്പം കണ്ടുപിടിക്കാം. എന്താണ്, 2 × 5 10 മൈനസ് 3 × -3 ദാറ്റ് ഈസ് 10 + 9 വരും, 19 വരും. അതായത് നമ്മൾ ഡിറ്റർമിനന്റ് എ ഉണ്ട്, 0 അല്ല. അപ്പോൾ എ ഇൻവേഴ്സ് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇനി അടുത്ത് നോക്കാം. എ ഈസ് എ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് ആവണമെങ്കിൽ എന്താണ് അതിൻ്റെ ഇത്, എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ്. ഇവിടെ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കോ? അല്ല. കാരണം എന്താ, ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ കോളം റോയും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സൈനിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സി എന്ന് പറയുന്ന ഓപ്ഷൻ എന്തല്ല, ശരിയല്ല, തെറ്റാണ്. ഓക്കെ, ഇത് തെറ്റാണ്. അടുത്ത ഡി, ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് 19 ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താ 19 ആണ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. എ ഈസ് എ നൾ മെട്രിക്സ്. നൾ മെട്രിക്സ് ആണോ? അല്ല, എലമെന്റ്സ് ഉണ്ടല്ലേ. എലമെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നൾ മെട്രിക്സ് ആണെന്ന് പറയാമായിരുന്നു. ഇവിടെ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരിക്കലും എന്തല്ല, ഒരു നൾ മെട്രിക്സ് അല്ല. അപ്പോൾ ഇ എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ എ ബി ആൻഡ് ഡി, എയും ബിയും ഡിയും ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ എയും ബിയും ഡിയും കറക്റ്റ് ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? എ ബി സി, എ ഡി ഇ, എ ബി ഡി അല്ലേ. നമ്മുടെ സീത്ത് ഓപ്ഷൻ, സി എന്ന് പറയുന്ന ഓപ്ഷൻ എയും ബിയും ഡിയും ട്രൂ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് ഒരിക്കലും ബബിൾ ചെയ്യരുത്. ഇതാണ് നമുക്ക് ബബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്.